ഈ വേദപുസ്തകം ആരംഭിക്കുന്നത് ഈ ലോകം എങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വേദപുസ്തകം അവസാനിക്കുന്നത് ഈ ലോകം എങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേദപുസ്തകം അവസാനിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുക. ഈ പുസ്തകത്തെ മൂന്നായിട്ട് തിരിച്ചു പഠിക്കണം. ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ 66 പുസ്തകങ്ങളുള്ള ഈ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ഉൽപ്പത്തി പുസ്തകം എന്നാണ്. ബിഗിനിങ്, തുടക്കം. എല്ലാരും ഒന്ന് പറഞ്ഞേ, തുടക്കം, ഉൽപ്പത്തി, ആരംഭം. എന്നാ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്ന 66ാമത്തെ വെളിപ്പാട് പുസ്തകത്തിന്റെ തലക്കെട്ട് എന്താണെന്നറിയാമോ? മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്നാൽ ഈ പുസ്തകത്തിനകത്ത് ചില പ്രവചന പുസ്തകങ്ങളുണ്ട്. നഹൂമും ഇരമ്യാവും യെശയ്യാവും യെഹെസ്കേലും ദാനിയേലും ഒക്കെ പ്രവചന പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തെ മൂന്നായിട്ട് തരംതിരിക്കണം. ആദ്യം എന്തായിരുന്നു, ഇനി എന്താകും, ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മൂന്നും കൂടെ ചേർന്ന പുസ്തകമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വിശ്വസിക്കുന്നെങ്കിലൊക്കെ അതൊന്ന് ഉയർത്തി കാണിച്ച് ഇത് കൈ കിട്ടിയതോർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എത്രയോ പേർക്ക് ഇത് കിട്ടാതിരിക്കുമ്പോൾ മുമ്പ് എന്തായിരുന്നു, ഇനി എന്തായി തീരും, ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കും, ഇപ്പോൾ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിലുണ്ടോ ഇല്ലയോ എന്ന് യാഥാർത്ഥ്യബോധമുള്ളവരായി തുടർന്നുള്ള ദൈവവചനം ശ്രദ്ധിക്കാൻ ഞാൻ നിങ്ങളെ ഇപ്പോൾ സംഭവിച്ച ചില കാര്യങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളുടെ അവിടെയൊക്കെ വെള്ളം പൊക്കമുണ്ടായി. അണക്കെട്ടുകൾ 33 അണക്കെട്ടുകളാണ് കേരളത്തിൽ തുറന്നത്. എത്രയോ പേരുടെ വായ്ക്കകത്ത് മണ്ണ് കയറിയെന്നറിയോ? എത്രയോ പേരുടെ വീടുകൾക്കകത്ത് മണ്ണ് കയറിയെന്നറിയാമോ? എത്രയോ വീടുകൾ തൽസ്ഥാനത്ത് നിന്ന് ഒലിച്ചു പോയെന്നറിയാമോ? രാജമന്ദിരം പോലെ കെട്ടിപ്പടുത്ത പുത്തൻ വീടുകളിൽ കയറി താമസത്തിന് വേണ്ടി പാലും ലഡുവുമായി വന്നപ്പോൾ അവിടെ വീടില്ല, അടിത്തറ പോലും ഇല്ല. അയൽവക്കക്കാരോട് ചോദിച്ചു, ഇവിടെ പുതുതായിട്ട് പണിത എന്റെ വീട് എന്ത് ചെയ്യുന്നു? അവര് പറഞ്ഞു, ഒരു വെള്ളം വന്ന് ഒഴുകിപ്പോയെന്ന്. അടിത്തറ പോലും ഇല്ല. ഇത് സംഭവിക്കുമെന്നുള്ളത് നഹൂം പ്രവചനം 2:6 കിടപ്പുണ്ട്. നഹൂം 2:6 വേണേ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഒന്ന് വാക്യം വായിച്ച് ഊപ്പാട് വരും, നോക്കൂ. നഹൂം 2:6. ബാക്കി വചനത്തിൽ നിന്ന് വേണം പ്രസംഗിക്കാൻ, അല്ലാതെ സ്വന്തത്തിൽ നിന്നല്ല. സ്വന്തത്തിൽ നിന്നൊന്നും എടുത്തു പറയരുത്. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. നിങ്ങളെ ഇതെന്റെ പ്രസംഗ വിഷയം അല്ലെങ്കിൽ യാഥാർത്ഥ്യബോധമുള്ളവരായി ഹൃദയം തുറന്നിരുന്ന് ഈ പുസ്തകത്തിനകത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ മനസ്സ് തുറക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരി കാര്യങ്ങൾ പറയുന്നതേ ഉള്ളൂ. നദികളുടെ ചീപ്പുകൾ തുറക്കുന്നു. രാജമന്ദിരം അഴിഞ്ഞു പോകുന്നു. അത് നിർണയിച്ചിരിക്കുന്നു. അവൾ അനാവൃതയായി. വേണ്ട, പല മന്ത്രിമാരും കൂടെ ചേർന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തുറക്കണ്ട. അവസാനം എല്ലാം കൂടെ ഒന്നിച്ചു തുറന്നു. മനസ്സിലായവർക്കായിട്ട് സ്തോത്രം. എടാ, ഇത് നിർണയിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾ ആരും ഇത് പൂട്ടി വെച്ചാൽ ഒക്കത്തില്ല. ഈ നഹൂം ഇത് എഴുതുമ്പോൾ നദികൾക്ക് ചീപ്പില്ല. നദികളുടെ ചീപ്പ് എന്ന് പറയുന്നത് അണക്കെട്ടുകളാണ്. അണക്കെട്ടുകൾ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, അണക്കെട്ടുകൾ ഇല്ലാത്ത കാലത്ത് ഒരു കൊച്ചു പ്രവാചകൻ എഴുതി വെച്ചു, നദികളുടെ ചീപ്പുകൾ അങ്ങോട്ട് തുറക്കും, രാജമന്ദിരങ്ങൾ അഴിഞ്ഞു പോകും. ഇത് അവിചാരിതമായി സംഭവിക്കുന്നതല്ല, ഇത് നിർണയിച്ചിരിക്കുന്നതാണ്. യാഥാർത്ഥ്യബോധമുള്ള ചിലരാമയും പറഞ്ഞു, അല്ലാത്തവരൊക്കെ കരിങ്കല്ലിന് കാറ്റ് പിടിച്ചു പോലെ ഇരിപ്പുണ്ട്. അത് കാകളം ധരിച്ചാലും ഇവിടെ തന്നെ കാണും. നിർണയിച്ചിരിക്കാം. ഇങ്ങനെ തമ്പുരാൻ നിർണയിച്ചു വെച്ചിരിക്കുന്ന എന്തെല്ലാം കാര്യമുണ്ടെന്നറിയോ? 666 എന്ന് പറഞ്ഞ് മനുഷ്യർക്ക് സംഖ്യ വരുമെന്ന് നിർണയിച്ചിരിക്കുക. അതിന്റെ പണിപ്പുരയിലാണ് ലോകം. ഓരോ മനുഷ്യർക്കും നമ്പര് വരും. വിൽക്കാനും വാങ്ങാനും ഒക്കെ ഇനിയും നമുക്ക് സ്വതന്ത്രം. ഇപ്പൊ നോക്കിയേ, കാർഡ് വേണം. ഇപ്പൊ കാർഡൊക്കെ വരയ്ക്കണം ചിലടത്ത്. ഇനി കാർഡൊന്നും അല്ല, വരയ്ക്കാൻ കാർഡ് എടുക്കാൻ മറന്നുപോയെങ്കിൽ വരയ്ക്കാൻ പറ്റാതെ പോകത്തില്ല. ഇതിന്റെ നമ്പർ കൈമേലോ നെറ്റിമേലോ ആക്കും. വാതുക്ക കൂടെ ഇറങ്ങി പോകുമ്പോഴേ അത് സ്കാൻ ചെയ്തിട്ട് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ മേടിച്ച പൈസ, സാധനത്തിന്റെ പണം അവരുടെ അക്കൗണ്ടിലേക്ക് മാറും. സ്വതന്ത്ര ദൈവമക്കളെ വിൽക്കുവാനോ വാങ്ങുവാനോ ഇനി ആ നമ്പർ ഇല്ലാതെ പറ്റാത്ത ഒരു കാലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിലുണ്ട്, അത് നിലവിൽ വരും. നിർണയിച്ചിരിക്കുന്നതാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം.
വേറൊരു നിർണയം ഞാൻ പറയാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട് ദൈവത്തിന്റെ ഒരു നിർണയം. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുതോ, കല്ലറകളിലുള്ളവർ മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരാൻ പോകുകയാണ്. വേറൊരു നിർണയം ഞാൻ പറയാം, വേറൊരു മർമ്മം പൗലോസിനോട് ചേർന്ന് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം രൂപാന്തരപ്പെടുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. എന്നിട്ട് ഒന്നിച്ച് അവര് മേഘങ്ങളിൽ എടുക്കപ്പെടും. വേണേ വിശ്വസിച്ചാൽ മതി, നിർബന്ധമില്ല. നിങ്ങൾ വിശ്വസിച്ചില്ലെന്നോർത്ത് കർത്താവ് വരാതിരിക്കത്തില്ല. ലോകത്തില് വേറെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ കുറുപ്പമ്പടി കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ 8:45 കഴിഞ്ഞപ്പോ കുറെ പാരമ്പര്യ ബന്ധുക്കോസുകാരും ഉപദേശിമാരും മുഖം ചുളുക്കി ഇറങ്ങി പോന്ന കണ്ടു. ഞാൻ പറഞ്ഞു, ATM കാർഡുള്ളതിന്റെ അഹങ്കാരമാ, അതിന്റെ സീക്രട്ട് നമ്പർ മറന്നുപോട്ടെ. പക്ഷെ ഇവിടെ പറയുന്ന അഭിഷേകം പ്രാപിക്കാനുള്ള ആളുകൾ ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. 10:15 പ്രസംഗം തീർന്നപ്പോൾ ഒരു മുസ്ലിം സഹോദരൻ കരഞ്ഞുകൊണ്ട് ഓടി വന്ന് സ്റ്റേജിൽ വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, യേശു ജീവിക്കുന്നു. ഞാൻ ആദ്യമായിട്ടാണ് യോഗത്തിൽ വന്നത്. എന്നെ ഒരാൾ ആദ്യമായി കൊണ്ടിരുത്തിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് പെന്തക്കോസുകാരുടെ സുവിശേഷ യോഗത്തിൽ പങ്കെടുക്കുന്നത്. എന്നെ ദൈവം അഭിഷേകം ചെയ്തു. ഞാൻ അന്യഭാഷ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. ഏതോ ദിവസം കഷത്തി വെച്ചോണ്ടിരുന്നു.